കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. AI ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതാണ് കലഹത്തിന് കാരണം. മേയർ പ്രഖ്യാപനത്തിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി ദീപ്തി മേരി വർഗീസും അജയ് തറയിലും രംഗത്തെത്തി. കൊച്ചി മേയറായി VK മിനിമോളെയും ഷൈനി മാത്യുവിനെയും 2.5 വർഷത്തെ ടേം വ്യവസ്ഥയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ടേം അടിസ്ഥാനത്തിൽ ദീപക് ജോയിയും KVP കൃഷ്ണകുമാറും പങ്കിടും. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. ഇനി അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുമോ? കോൺഗ്രസ് ഒരു പരിധിവരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്തു നിൽക്കുന്ന അവസ്ഥയിൽ ചെറിയ പൊട്ടിത്തെറികൾ പോലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബാധിക്കില്ലേ? ഗുഡ് മോർണിംഗ് മോദി. മേയർ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നയാളാണ് ദീപ്തി മേരി വർഗീസ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന നാടകങ്ങൾക്കൊടുവിൽ അവർക്ക് മേയർ സ്ഥാനം നിഷേധിക്കപ്പെട്ടു എന്നാണ് ദീപ്തിയെ അനുകൂലിക്കുന്ന ആളുകളും കോൺഗ്രസിലെ ഒരു വിഭാഗവും പറയുന്നത്. എന്തായിരുന്നാലും VK മിനിമോളാണ് ആദ്യ ടേമിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെടുക. രണ്ടാമത്തെ ടേമിൽ ഷൈനി മാത്യുവും മേയറാകും. ഇത്തരത്തിൽ ഒരു മേയർ ആരാകണം എന്നതിനെ ചൊല്ലി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോൺഗ്രസിനുള്ളിലും കൊച്ചിയിലും വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിന് പ്രാദേശിക പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. രഹസ്യ ബാലറ്റ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ രഹസ്യ ബാലറ്റ് നടത്തിയില്ല എന്നാണ് ദീപ്തിയെ അനുകൂലിക്കുന്ന ആളുകളും അവരും പറയുന്നത്. പാർട്ടിയിലെ ഒരു വലിയ ഭൂരിപക്ഷത്തിൻ്റെ നിലപാടിന് പിന്തുണ ലഭിച്ചില്ല, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് KPCC പോകാതിരുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇന്നലെ തന്നെ കോൺഗ്രസ് നേതാവായ അജയ് തറയിൽ പൊട്ടിത്തെറിച്ച് രംഗത്തെത്തിയിരുന്നു. കൊച്ചിയുടെ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിലിൽ കോൺഗ്രസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കിയിരുന്ന, സംസാരിച്ചിരുന്ന, അതിവേഗം പ്രതികരിച്ചിരുന്ന ആളാണ് ദീപ്തി. അവർക്ക് ഈ സ്ഥാനം ലഭിക്കേണ്ടതായിരുന്നു എന്നാണ് അജയ് തറയിൽ ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം ഈ 3 പേരെയും അനുകൂലിക്കുന്ന ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാലും DCC നേതൃത്വം പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് പ്രകാരം ആദ്യ 2.5 വർഷം മിനിമോളും പിന്നീട് ഷൈനി മാത്യുവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇനി മാറ്റമൊന്നും ഉണ്ടാകാനിടയില്ല. എന്നാൽ പരസ്യമായൊരു പ്രതികരണത്തിലേക്ക് ദീപ്തി കടന്നിട്ടില്ല. അവരുമായി KPCC നേതൃത്വം സംസാരിച്ചിട്ടുണ്ട്. എന്താണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് അവരും വെളിപ്പെടുത്തിയിട്ടില്ല, KPCC നേതൃത്വം വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായിരുന്നാലും കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യത്തിലൊരു അസ്വസ്ഥത പുകയുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ തവണത്തതിനെ അപേക്ഷിച്ച് വലിയ വിജയമാണ് ഇത്തവണ കൊച്ചി നഗരസഭയിലും കോൺഗ്രസ് നേടിയത്. മാത്രമല്ല ഈ മേയർ M അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തായിരുന്നാലും കൊച്ചിയിൽ LDFന്റെ ഭരണം നിലനിർത്താൻ സഹായകമാകുമെന്നൊരു പ്രതീക്ഷ പൊതുവിലുണ്ടായിരുന്നു. ഭരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോലും കോൺഗ്രസ് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല. സംസ്ഥാനത്ത് പൊതുവിലുണ്ടായ ഒരു UDF അനുകൂല തരംഗത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം എന്തായിരുന്നാലും 40-ലധികം സീറ്റുകൾ നേടിയാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ ആരാകും എന്നത് ഏറെ സസ്പെൻസ് നിറഞ്ഞ ഒരു കാര്യമായിരിക്കുന്നു. എന്തായിരുന്നാലും ഇന്നലെ വൈകിട്ടോടുകൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കും. അതേസമയം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗിൽ അസ്വസ്ഥത പൊങ്ങുന്നുണ്ട്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗിന് നൽകണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ പോലും കാര്യമായി നടത്താതെ കോൺഗ്രസ് തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും പങ്കിട്ടെടുക്കുകയായിരുന്നു എന്നാണ് ലീഗ് ആരോപിക്കുന്നത്. ഇക്കാര്യത്തിലും ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്കൊന്നും വലിയ സാധ്യതയില്ല. കാരണം മേയറുടെ കാര്യത്തിൽ സംബന്ധിച്ച് ഒരു തീരുമാനമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഔദ്യോഗിക നടപടിക്രമങ്ങളിലൂടെ കടന്നു പോവുകയുള്ളൂ. പക്ഷേ പാർട്ടിയിൽ ഇത് സംബന്ധിച്ചുള്ള അസ്വസ്ഥതകളുണ്ട്. കൂടുതൽ പൊട്ടിത്തെറികൾക്കും സാധ്യതയുണ്ട്.